ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നല്ല ചൂടൊക്കെ അല്ലേ ഇപ്പോൾ? അപ്പോൾ നമുക്കിന്ന് മാമ്പഴം കൊണ്ട് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റീഫ്രഷിങ് ഡ്രിങ്കിൻ്റെ റെസിപ്പി കാണാം. അതിനായിട്ട് ഞാനിവിടെ ഒരു മാമ്പഴമാണ് എടുത്തിരിക്കുന്നത്. മാമ്പഴം ഇതുപോലെ ഒന്ന് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് കസ്കസാണ്. ഒരു ടീസ്പൂൺ കസ്കസ് ഒന്ന് കുതിർത്താനിടാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഇത് നല്ലപോലെ ഒന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി കട്ട് ചെയ്തെടുത്ത് വെച്ച മാങ്ങ ഒന്ന് പേസ്റ്റാക്കി എടുക്കണം. അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 3 മിൻറ്റ് ലീവ്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു പകുതി ചെറുനാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് പേസ്റ്റാക്കി കൊണ്ടുവരാം. ഇതിപ്പോൾ നല്ലപോലെ പേസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല തിക്ക് കൺസിസ്റ്റൻസിയാണ്. നിങ്ങൾക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കുറച്ചുകൂടെ ലൂസ് പേസ്റ്റാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് ആദ്യം തന്നെ 2 ടീസ്പൂൺ മാമ്പഴത്തിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതിന് മുകളിലായിട്ട് ഒരു 3 ടീസ്പൂണോളം കസ്കസ് കുതിർത്തിയത് കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്ത ശേഷം അതിന് മുകളിലായിട്ട് കുറച്ച് റോസ് സിറപ്പ് ഒഴിച്ചു കൊടുക്കണം. റോസ് സിറപ്പിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ റൂഫ്സ ചേർത്ത് കൊടുത്താലും മതി. ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഡ്രിങ്കിന് ഒരു നല്ല ഫ്ലേവർ കിട്ടും. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് സ്പ്രൈറ്റ് ആണ്. സ്പ്രൈറ്റിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ സോഡ യൂസ് ചെയ്താലും മതി. ഗ്ലാസ് ഫുള്ളായിട്ട് വരുന്നത് വരെ സ്പ്രൈറ്റ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ റിഫ്രഷിങ് ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു മാമ്പഴം കൊണ്ട് ഇതുപോലെ 2 ഗ്ലാസ് ഡ്രിങ്ക് ഉണ്ടാക്കിയെടുത്തിരുന്നു. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ഡ്രിങ്കാണ്. ഇപ്പോഴത്തെ ചൂടിനൊക്കെ കുടിക്കാൻ പറ്റുന്ന നല്ലൊരു ഡ്രിങ്കാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. എന്തായാലും ഇഷ്ടപ്പെടും. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്തൊരു ടേസ്റ്റി റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ. താങ്ക്